പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാന ചിന്ത ഇന്ന് 24-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ധ്യാന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 ഉൾപ്പെടെ തിരുവചനങ്ങളാണ്. നമുക്കത് ഭയഭക്ത്യാദരങ്ങളോടെ വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രകടിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവ് ഈ മുന്തിരിച്ചെടിയുടെയും പിതാവായ കൃഷിക്കാരൻ്റെയും കഥ നമ്മളോട് പറഞ്ഞിട്ട് 2-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് നമ്മെ നോക്കി പറയുന്നത്: എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. 2-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണത്. എന്നിൽ വസിക്കുന്ന ശാഖ, അത് ആരാണ്? അത് ഞാനും നിങ്ങളുമാണ്. അവനിൽ വസിക്കുന്ന ശാഖ. എങ്ങനെയാണ് നമ്മൾ ശാഖയായി മാറിയത്? നാം ജ്ഞാനസ്നാനത്തിലൂടെ അല്ലെങ്കിൽ മാമോദീസായിലൂടെ അവൻ്റെ മൗതിക ശരീരത്തിൽ ഒന്നായി തീർന്ന ആ നിമിഷം മുതൽ മുന്തിരിച്ചെടിയാകുന്ന മരത്തിൽ നാം ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. നാം ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് എൻ്റെയും നിൻ്റെയും യോഗ്യത കൊണ്ടൊന്നുമല്ല. ഇത് അവിടുന്ന് കാരുണ്യവാനും ദയാലുവുമായതുകൊണ്ട് നമ്മെ ഒട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി ഒട്ടിച്ച് ചേർക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നിത്യനാശത്തിലേക്ക് പോകുന്ന ഈ ജനതയെ കണ്ട് പിതാവായ ദൈവം അയച്ചതാണ്. എന്തിനു വേണ്ടി? ഈ ജനതയെ നിത്യരക്ഷയിലേക്ക് രക്ഷിക്കാൻ വേണ്ടി, നയിക്കാൻ വേണ്ടി അവനെ അയച്ചതാണ് ഈ ലോകത്തിലേക്ക്. ഇതുപോലെ നമുക്ക് ഈ ദൗത്യം കർത്താവ് തരികയാണിപ്പോൾ. എങ്ങനെ? നാം അവൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് അവൻ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ ദൗത്യം? പഴയ നിയമത്തിലെ മോശയെ കർത്താവ് വിളിക്കുന്നുണ്ട്. ആട്ടിടയനായ വിക്കനായ മോശയെ അവനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ പോയി എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ
ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുക. എന്തെന്നാൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ അവർ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് ഞാൻ തരുന്ന കാനാൻ ദേശത്തും പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് അവരെ പോരുക. മോശ പോയി കൊണ്ടുവന്നു. നെബോ മല വരെ അവൻ യാത്ര ചെയ്തു. അവിടെ നിന്ന് അവൻ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. ഈ പുതിയ നിയമത്തിൽ ഈശോയുടെ കാലത്ത് ഈശോയുമായി ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് നൽകുന്ന ദൗത്യം എന്താണ്? നമുക്ക് നൽകുന്ന ദൗത്യം എൻ്റെ സഹോദരൻ്റെ രക്ഷയിൽ എന്നിലാണ് ഉള്ളത്. എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കർത്താവ് കായനോട് ചോദിച്ചില്ലേ, നിന്റെ സഹോദരൻ എവിടെ? എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരൻ എവിടെ? നിങ്ങളുടെ സഹോദരി എവിടെ? നിങ്ങളുടെ അയൽവാസി എവിടെ? ഇതെല്ലാം കർത്താവ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നിന്റെ സഹോദരനെ ഈശോയിലേക്ക്, രക്ഷകനായ ദൈവത്തിലേക്ക്, ഈശോയുടെ കുരിശിലേക്ക്, രക്ഷ നൽകുന്ന കുരിശിലേക്ക്, നിത്യജീവനിലേക്ക് ആനയിക്കാൻ വഴികാട്ടിയാകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇതാണ് നമ്മുടെ ദൗത്യം. ഈ ദൗത്യം നിറവേറ്റാൻ വേണ്ടുന്ന ആത്മശക്തിയും പരിശുദ്ധാത്മ കൃപകളും നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം മാമോദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവാണ് നമ്മിൽ വന്ന് നിറഞ്ഞിട്ടുള്ളത്. ആ ആത്മാവിൻ്റെ ശക്തിയിൽ, നമ്മുടെ ആരുടെയും പേഴ്സണൽ ശക്തിയിലല്ല, ആത്മാവിൻ്റെ ശക്തിയിൽ അവിടെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ നാം ബാധ്യസ്ഥരാണ്. നാം അത് ചെയ്തേ മതിയാകും. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകത്തിൽ മുഴുകി 740 കോടി ജനങ്ങളിലുള്ള ഈ ലോകത്തിൽ വേറെ 134 കോടി കത്തോലിക്കരാണുള്ളത്. ഈ 134 കോടി കത്തോലിക്കർക്കും കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യം ഇതാണ്: ബാക്കിയുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. അത് അടുപ്പിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി നിങ്ങളെ അയക്കുമ്പോൾ കർത്താവ് പറയും, പോകുക, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നത്. മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ യു ഡു വാട്ട് എവർ യു ആർ എൻട്രസ്റ്റഡ് വിത്ത്. നിങ്ങൾ അത് ചെയ്തേ മതിയാകൂ. ഇത് ചെയ്യാൻ നമ്മൾ വിസമ്മതിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. റോമാക്കാരുടെ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനത്തിൽ പൗലോസിലൂടെ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ദൈവം കാരുണ്യവാനാണ്, എന്നാൽ അതേ അവസ്ഥയിൽ തന്നെ അവൻ കാഠിന്യമുള്ളവനുമാണ്. കരുണാമയനായ ദൈവം ഈ ലോകത്തിൽ നിന്നോട് കരുണയും ദയയും കാണിക്കുന്നുവെങ്കിൽ വിധിയാളനായി വരുമ്പോൾ അവൻ്റെ കാഠിന്യത്തെ ചെറുത്തു നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടെ നിന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. ഇതൊരു വലിയ സത്യമാണ്. നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, ദൈവം നിനക്ക് ശക്തി തന്നിട്ടുണ്ട്. ദൈവം തൻ്റെ ആത്മാവിനെ നിന്നിൽ നിക്ഷേപിച്ച് നീ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മെ വിട്ടിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും ആഘോഷങ്ങളിലും മുങ്ങി അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു കൊള്ളുക, അവൻ കാഠിന്യമുള്ളവനാണ്.
അതിനെതിരെ നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ലോകശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ കോഷ്യസ് ആയിരിക്കുക. നീ ഓർക്കുക, എൻ്റെ കർത്താവ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നിന്നോട് ചോദിക്കും, നിൻ്റെ സഹോദരൻ എവിടെ? ദാറ്റ്സ് ഓൾ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എവിടെ നിൻ്റെ സഹോദരൻ? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ സഹോദരൻ്റെ രക്ഷകനാണ് ഞാൻ എന്ന് വെച്ചാൽ രക്ഷകനായ യേശുവിലേക്ക് നയിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം എൻ്റെ ചുമലിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പ്രൈസ് ദ ലോർഡ്. ഇനി രണ്ടാമത്തെ ഭാഗം, ആ വചനത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗമുണ്ട്. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഫലം തരുന്നവരാണ്. ഞാൻ വിചാരിക്കും, വചനം പ്രഘോഷിക്കുന്നവരൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നവരൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, അവർക്കൊന്നും ഈ ശിക്ഷയില്ല. അവിടെയും ഉണ്ട് വെട്ട്, അവിടെയും വെട്ടി താഴെ ഇടുന്നുണ്ട്. പക്ഷേ അത് ട്രിം ചെയ്യുന്നതാണ്, ഇത് പ്രൂണിങ് എന്നാണ് അതിന് പറയുക. അത് പ്രൂൺ ചെയ്ത് അത് കൂടുതൽ കരുത്തോടെ വീണ്ടും വളരുവാനും കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഉതകുന്ന ഒരു ശുശ്രൂഷയാണ്. കട്ട് ചെയ്ത് കളയും, ഇങ്ങനെ പ്രൂൺ ചെയ്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് വാസ്തവത്തിൽ കത്തോലിക്ക സഭയെക്കുറിച്ച് കർത്താവിൻ്റെ വിവക്ഷയാണ്. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ശ്രദ്ധിച്ച് ഈ ലോകത്തിൽ വിരാജിക്കുന്ന കത്തോലിക്ക സഭയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ, ഈശോ ഈ ലോകത്തിലായിരുന്നപ്പോൾ 2 മൂലക്കല്ലുകളാണ് സഭയുടെ മൂലക്കല്ലുകളായി നമ്മെ കാണിച്ചു തന്ന്. 1 സ്നേഹം, 2 സഹനം. ഈ സ്നേഹവും സഹനവും മാത്രമാണ് ഈ സഭയുടെ മൂലക്കല്ല്. ആദിമസഭയിലെ എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ സ്നേഹവും സഹനശക്തിയും അനുഭവിച്ച് കണ്ടു. കാരണം കർത്താവ് തന്നെ ഇതെല്ലാം അനുഭവിച്ച് കാണിച്ചു കൊടുത്തതാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് വചനം പ്രഘോഷിച്ചു. വചനം ചിലർ സ്വീകരിച്ചു, മറ്റുള്ളവർ അവനെ തിരസ്കരിച്ചു. മറ്റുള്ളവർ അവനെ പുച്ഛിച്ചു, അവനെ ഭ്രാന്തനാണെന്ന് വിളിച്ചു. അവൻ്റെ സഹോദരന്മാർ പോലും ഭ്രാന്തനാണ് എന്ന് അസംഷനിലാണ് നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നാം ദൈവം ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ സഭയിലായാലും നാം തിരസ്കരിക്കപ്പെടും, നാം അവഗണിക്കപ്പെടും, നാം പരിഹാസിതരായിത്തീരും. എല്ലാവരും നമ്മളെ പുച്ഛിക്കും. ഇതൊരു പുണ്യവാൻ, അല്ലെങ്കിൽ ഇതൊരു പുണ്യവതി. ഇത് വരും എന്ന് കർത്താവ് കാണിച്ചു തന്നതാണ്. കർത്താവിൻ്റെ ജീവിതത്തിലൂടെ അവസാനം അവർ നിങ്ങളെ കൊല്ലുകയും ചെയ്യും. കർത്താവ് അത് ഏറ്റെടുത്തതാണ്. അപ്പോൾ കർത്താവിനെ ഏൽപ്പിച്ച, പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ നിറവേറ്റാൻ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടായ ഫലങ്ങളാണ് ഈ കുരിശുമരണത്തിൽ അവസാനിച്ചത്. ഈ കുരിശുമരണത്തിൽ എന്ത് സംഭവിച്ചു? ഈ കുരിശുമരണത്തോടെ ലോകത്തെ മുഴുവനായി അവിടുന്ന് രക്ഷിച്ചു. ഈ ദൗത്യം ഇത് ഇന്ന് നമ്മളെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നിൻ്റെ സഹോദരൻ്റെ രക്ഷ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ പുറപ്പെടുക. നീ എങ്ങനെ പുറപ്പെടണം? കർത്താവിൻ്റെ ശക്തിയോടെ. കർത്താവ് ശക്തനാണ്. അവിടെ നിന്ന് നമ്മോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. 365 പ്രാവശ്യമാണ് ഈ വാഗ്ദാനം കർത്താവ് നൽകിയിട്ടുള്ളത് നമ്മുടെ ബൈബിളിൽ. 365 ദിവസത്തേക്ക് വേണ്ടുന്ന 365 വാഗ്ദാനങ്ങൾ
ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. നമുക്ക് 2 മഗ്വായർ 8:18 ഇപ്രകാരമാണ് പറയുന്നത്: നിനക്കെതിരെ വരുന്ന ശത്രുവിനെയും ഈ ലോകത്തെ മുഴുവനെ തന്നെയും തകിടം മറിക്കാൻ, തൻ്റെ അങ്കുലി ചലനത്താൽ തകിടം മറിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ നമുക്ക് നിറവേറ്റാനാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നാം അത് പ്രവർത്തിച്ച് മതിയാകൂ. കാരണം നാം അവസാന ലാപ്പിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യം, ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്ഷ, ഈ ലോകത്തിൻ്റെ രക്ഷ അങ്ങിലാണല്ലോ. ആ അങ്ങിലേക്ക് ഉള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ, ഞങ്ങൾ വഴികാട്ടികളായി തീരുവാൻ, വഴിചൂണ്ടികളായി തീരുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.